ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് 1000 ക്രിസ്മസ് ആശംസകളും അതോടൊപ്പം പുതുവത്സര ആശംസകളും നേരുന്നു. പോകാം വീഡിയോയിലേക്ക്. വായോ കൂട്ടുകാരെ. ക്രിസ്മസ് ആയതുകൊണ്ട് ആര്യമോൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ആര്യയും സൂര്യൻ പാറി പറന്ന് എവിടെയാണ് നിൽക്കുന്നത് അറിയാമോ? അതായത് ലുലു മാളാണ്, ട്രിവാൻഡ്രം ലുലു മാളാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ രാത്രി സമയത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. കാരണം വീട്ടിലെ നായ്ക്കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നല്ല ഫ്രീ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ യാത്ര വന്നിരിക്കുന്നത്. അപ്പോൾ വരുന്ന വഴി സ്റ്റുഡിയോയിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ലൈവ് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ലുലു മാൾ എത്തി. ക്രിസ്മസും ന്യൂ ഇയറിനെ പ്രമാണിച്ചും പ്രത്യേകിച്ചും 3 വർഷമായിട്ടുണ്ട് കേട്ടോ ലുലു മാൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ അലങ്കരിച്ചും എന്താ പറയേണ്ടത് എല്ലാ മനുഷ്യരെ അത് വരുന്ന ആൾക്കാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ കണക്കിന് തന്നെയാണ് റീൽസ് എടുക്കാനും അല്ലെങ്കിൽ ഷോർട്സ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പാകത്തിൽ തന്നെയാണ് ലുലു മാൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിമാനം പോകുന്നുണ്ട്. അപ്പോൾ ആര്യയും സൂര്യയും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ അവർ കൂടെ കൂടുന്നുണ്ട്. അതോടൊപ്പം അവരുടെ പിറകെ ഞാനും ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോസ് എടുക്കുക, നല്ല നല്ല സമയങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമാണല്ലോ. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഇങ്ങനെ ചില സമയങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഓരോ നിമിഷവും നമുക്ക് ഉള്ള കഷ്ടതകൾ മറന്ന് കിട്ടുന്ന നിമിഷം സന്തോഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആഗ്രഹം കേട്ടോ. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. അപ്പോൾ എന്തായാലും ലുലു മാൾ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷകരമായ നിമിഷമാണ്. 3ാമത്തെ വർഷമാണ് ഇവിടെ ലുലു മാൾ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും എനിക്ക് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിൽ രമേശ് ചേട്ടൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം രമേശ് ചേട്ടനുണ്ട്, പ്രത്യേകിച്ചും കൂടെ മക്കളുമുണ്ട്. അപ്പോൾ പിന്നെ എന്താണല്ലേ സന്തോഷിക്കാൻ വേണ്ടത്. എന്തായാലും നമുക്ക് എത്ര സന്തോഷം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ കാണും. അപ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് എല്ലാം ശുഭമായി നടക്കും എന്ന പ്രതീക്ഷയിൽ ഞങ്ങളിവിടെ കറങ്ങാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരോ കാഴ്ചകൾ കാണാം. ലുലു മാളിനകത്ത് വന്ന സമയത്ത് തന്നെ 3 വർഷമാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഇങ്ങനെ ഓരോ രീതിയിൽ പ്രത്യേക രീതിയിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒപ്പം ആര്യസൂര്യ പിന്നെ പറയണ്ട, ആര്യന് നല്ല വൈബാണ്. പ്രത്യേകിച്ച് അവൾക്ക് ഇങ്ങനെ ഈ കറങ്ങാൻ പോവുക എന്താ പറയുക മാളിലൊക്കെ വരുന്ന നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സൂര്യ അത്ര സന്തോഷം കാണത്തില്ല, പക്ഷേ ആര്യയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവൾ വരൂ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത് ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രാത്രി ഞങ്ങളവിടെ എത്തിപ്പോയിട്ട് എനിക്കൊരു 9:30-10 മണി ആകാറ് കേട്ടോ. അങ്ങനെ ഫണ്ടൂർ അവിടെ ഗെയിമിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്ന് പോയിട്ടുണ്ട്. അവളുമാരെ പിടിച്ച് വലിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നും കഴിക്കാതെയാണ് പോയിരിക്കുന്നത്. പിന്നെ സ്റ്റുഡിയോയിൽ കയറി കുറേ സമയം ഒരു ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലുലു മാളെത്തി. അപ്പോൾ ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് ഞാൻ താഴോട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോയിരിക്കുന്നത് പാരഗണാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. അപ്പോൾ അത് കാരണം എറണാകുളത്ത് വെച്ചിട്ട് ഞങ്ങൾ ലുലു മാളിൽ പോകുമ്പോൾ പാരഗണിൽ പോയിട്ട് ബിരിയാണി കഴിക്കും. അപ്പോൾ അവർക്ക് സൂര്യ പറഞ്ഞു, അമ്മ നമുക്ക് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനും കുറച്ച് ലേറ്റും. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പുറത്ത് കൊണ്ട് കഴിക്കുകയാണെങ്കിൽ 20 മിനിറ്റ് അങ്ങ് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അവരോട് ഫുഡിനുള്ള ബില്ലൊക്കെ പേ ചെയ്യുന്ന സമയത്ത് അവരവിടെ ആക്കിയതിന് ശേഷം ഞങ്ങൾ അതായത് KFC ലക്ഷ്യമാക്കി നടന്നു കേട്ടോ. ലുലു മാളിൽ വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് KFC കഴിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തോ ഒരു നഷ്ടം പോലെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രമേശ് ചേട്ടൻ അവിടെ ബില്ലിടുന്നുണ്ട്. അപ്പുറത്തന്നെ സബ്വേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും KFC എന്നുള്ള ഞങ്ങൾ കുറച്ച് അതായത് 4 പീസിൻ്റെ ഫ്രൈഡ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞങ്ങൾ മേടിച്ചത്. ലെഗ് പീസ് തന്നെ കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ആര്യസൂര്യൊക്കെ പോയിട്ട് എന്താ ബിരിയാണി, പിന്നെ അപ്പം, അതുപോലെ തന്നെ വീറ്റ് പൊറോട്ട, പിന്നെ ആലപ്പി ഫിഷ് കറി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്വാദായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ബിരിയാണി വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ബിരിയാണി വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അപ്പവും അതുപോലെ തന്നെ വീറ്റ് പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ മീൻ കറിയായിരുന്നു കേട്ടോ. ആലപ്പി ഫിഷ് കറി അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ, പ്രത്യേകിച്ച് മാങ്ങയൊക്കെ ഇട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത് പോയിരുന്നത് എന്താ ലുലു കണക്റ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ PVR സിനിമയുടെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളൊന്നും സിനിമ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ ഗിഫ്റ്റൊക്കെ വേണ്ടി അവിടെ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നിട്ട് ലുലു കണക്റ്റിൽ പോകണം. ഇവളുമാർക്ക് ഈ ഫാൻസി ഐറ്റം ഇവിടെ വരുന്ന സമയത്ത് ഒത്തിരി നല്ല ക്വാളിറ്റിയുള്ള ഫാൻസി കമ്മലായാലും അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ ഒരുപാട് സംഭവം ലുലു കണക്റ്റിനകത്തുണ്ടല്ലോ. ഇച്ചിരി വിലയാണ് എങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവളുമാർക്ക് ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ രമേശ് ചേട്ടൻ അവരുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നതിന് അവരൊരു സെക്ഷനിലേക്ക് പോയി. ഞാൻ അവളുമാരെ പിറകെ ഇങ്ങനെ പോയി. ഞാൻ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. സ്റ്റുഡിയോയിൽ പോയ സമയത്ത് ലുലു മാളിൽ പോയിട്ട് ഒരു സാധനം മേടിച്ചിട്ടില്ല. എല്ലാം കുഞ്ഞുങ്ങളും രമേശ് ചേട്ടനാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കമ്മലിൻ്റെ ആയാലും ഇത് ഇവൾക്ക് എവിടെ പോയാലും ഈ ബോയാണ് കേട്ടോ. ഈ ഹെയർ ബോ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോഴും കോളേജിൽ പോകുന്ന സമയത്ത് ഇതാണ്ട് ഹെയർ ബാൻഡ് അവൾക്ക് നിർബന്ധമാണ്. അപ്പോൾ അവൾ അത് നോക്കുന്നുണ്ട്, ഒന്നും എടുത്തിട്ടില്ല.
ആര്യ കുറേ സെക്ഷനൊക്കെ കറങ്ങി അടിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം കുപ്പിവെള്ളമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല കുപ്പിവെള്ളം. ഈ ഇടക്കാലമായിട്ട് ഞാൻ കുറേ കുപ്പിവെള്ളമൊക്കെ ഇങ്ങനെ ശേഖരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. പണ്ട് എനിക്ക് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ പണ്ടത്തെ കാലത്തേക്ക് ഞാൻ പോകുന്നുണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ മാലകളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ റോഡ് ഗോൾഡ് ആയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. റോഡ് ഗോൾഡ് തന്നെ എനിക്കറിയത്തില്ല കേട്ടോ അതെങ്ങനെ പറയണമെന്ന്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ദാ ഇവിടെ എന്താ പറയുക ചീപ്പ്, അവൾക്ക് ഇങ്ങനെ ചീപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചീപ്പ് എടുത്തു. അപ്പോഴത്തേക്ക് മറ്റോളും അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അവൾ പറഞ്ഞു അവിടെ എന്തോ സംഭവം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവളടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഞാനും ഇങ്ങനെ പിറകെ പോയി നോക്കിയ സമയം തരാം കുറച്ച് ക്ലിപ്പുകളും ഈ ബുഷൊക്കെ ഉണ്ടല്ലോ, കുറേ ക്ലിപ്പുകളും ബുഷൊക്കെ ഉള്ളത്. എന്നാലും ഇവർക്കൊരു എന്താ പറയണ്ടത്, ഒന്ന് കാണുമ്പോൾ കുഞ്ഞു കുട്ടികളെ പോലെ സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ സൂര്യ കുറച്ച് ക്ലിപ്പും ബുഷസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് മെറ്റൽ കമ്മൽ കേട്ടോ, സൂപ്പറായിരുന്നു. പിള്ളേരോട് എടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ആയിരിക്കും ചെറിയ കുഞ്ഞു കുഞ്ഞു പെൻഡൻ്റാണ് അവൾക്ക് ഇഷ്ടം കേട്ടോ. അങ്ങനെ 2 പെൻഡൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സിൽവറിൻ്റെ ഒരു 150-200 രൂപ എങ്ങാണ്ടാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ആയിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അവൾക്കത് നന്നായി ചേരുന്നുണ്ട്. അപ്പോൾ അവൾക്കത് ഭയങ്കര ഹാപ്പി അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത സമയത്ത്. ആ സമയം കൊണ്ട് ഞാനും ഇവളുമാർ എടുത്ത സാധനമൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ എടുത്തതിന് ശേഷം രമേശേനെ കാണാനില്ല. പിള്ളേരെ പപ്പയെ വിളിക്കും. പപ്പ ഏതോ ഒരു സെക്ഷനിലുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവളുമാരുടെ സന്തോഷമാണല്ലോ, നമ്മുടെ മക്കളെ സന്തോഷം നമ്മുടെ കൺമുന്നിൽ കാണുമ്പം നമ്മളുള്ളപ്പോഴാണല്ലോ അവർ സന്തോഷിക്കുന്നത്. നമുക്ക് അവരുടെ സന്തോഷമുള്ള ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത സമയത്തേക്ക് രമേശ് ചേട്ടൻ വന്ന് ജോയിൻ ചെയ്തു. പിന്നെ പപ്പയും മോൾ എന്തൊക്കെ കിന്നരം പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് പോകുന്നത് സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ അത് ഈ സമയം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ അവിടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 12 മണിയാകുന്നുണ്ട്, ക്വിക്ക് ഫാസ്റ്റ്, എല്ലാവരും പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അവിടെയും ആര്യ സൂര്യ ഒരു സെക്ഷനിൽ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ ഈ വെജിറ്റബിൾ സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മഷ്റൂം നിർബന്ധമാണ്. പക്ഷേ എന്താണെന്നല്ല, ഇപ്രാവശ്യം ലുലു മണ്ണത്ത് മഷ്റൂം ഇല്ല. അതും കുറേ സമയം തേടി നോക്കി, കുറേ ആൾക്കാർ ചോദിച്ചത് എവിടെ മഷ്റൂം ഉള്ളത്. അപ്പോൾ ഒരാൾ പറയും ഇപ്പുറത്താണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഒരിടത്തും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കൂമ്പ് തോരൻ കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ലുലു മാളിൽ ഏത് മാളിൽ പോയാലും ഇതൊക്കെ സഹജമാണ്. പക്ഷേ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇത് കാണിക്കുന്നത്, വലിയൊരു സംഭവമായിട്ട് നിങ്ങളിത് കാണണ്ട. പിന്നെ എന്താ പറയുക, ഫ്രൂട്ട്സ് ഐറ്റംസും പല രീതിയിലുണ്ട്. പിന്നെ അവോക്കാഡോ, നല്ല ഫ്രഷ് അവോക്കാഡോ ആയിരുന്നു കേട്ടോ. ഞാൻ എടുത്തിട്ടില്ല, എനിക്കിഷ്ടമല്ല, എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് അവോക്കാഡോ ജ്യൂസ് പണ്ടെങ്ങാണ്ട് കുടിച്ചാൽ എനിക്കിഷ്ടമല്ല കേട്ടോ. എന്തായാലും കുറച്ച് മീനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ എന്തായാലും ഞങ്ങൾ മീനൊന്നും മേടിച്ചിട്ടില്ല. അത് കരിമീൻ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞു പോയത്, പക്ഷേ കരിമീൻ ഇല്ലായിരുന്നു, തീർന്നു പോയെന്ന് പറഞ്ഞു. 12 മണിയായല്ലോ. പിന്നെ ചിക്കൻ്റെ സെക്ഷനിലേക്ക് പോയി ഒരു കോഴീനെ വെട്ടി ചെറിയ ചെറിയ പീസാക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ വേറെ സാധനം വാങ്ങാൻ രമേശേനെ അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഇരിക്കുന്നു കേട്ടോ, ബേക്കിംഗ് ഐറ്റംസ്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ബേക്കറി ഐറ്റംസ് ആയിരുന്നു. ഓടി ഒരു വീഡിയോസ് ഇങ്ങനെ എടുത്തു. നല്ല മഫിൻസ് ആയാലും കേക്കുകളായാലും. ഈ സമയത്ത് നമ്മുടെ മാത്തനെ ഓർത്തു കേട്ടോ, കേക്കിൻ്റെ ഓരോ സെക്ഷൻ വന്ന സമയത്ത് അടിപൊളിയായിരുന്നു. പക്ഷേ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടില്ല. പക്ഷേ അലുവ സെക്ഷൻ വന്നപ്പോൾ അലുവ വാങ്ങി, കോഴിക്കോട് ചില്ലി മറ്റേ ബീറ്റിൻ്റെ അലുവയാണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കത് കോഴിക്കോട് പോയ സമയത്ത് വാങ്ങിയ ആ ഒരു രുചി ഉണ്ടായിരുന്നു, കാന്താരി അലുവയല്ലേ. അപ്പോൾ അതിവിടെ ലുലുമാളിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സാലഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഈ എന്താ പറയുക മാംഗോ സാലഡ്. അത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോഴും ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്, മറന്നുപോയി സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. 90 രൂപയാണ് കേട്ടോ ഒരു ബോക്സ്. അതായത് ചിക്കൻ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ, തീർന്നു പോയ സമയമാണല്ലോ, അപ്പോൾ അത് കാരണം ഇച്ചിരി റേറ്റ് കുറവായിരുന്നു. പിന്നെ പെപ്പർ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ വന്നാലും ഞാൻ ഇവിടെ നിന്ന് മേടിക്കും കേട്ടോ. ഇതെന്താ ഓനിയൻ കച്ചോരി അങ്ങനെ പറയുന്ന സംഭവമുണ്ട്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ നമ്മുടെ ഉണ്ടംപൊരി പഴം കേക്ക് ഉണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു കേട്ടോ, അത് മേടിച്ചു. അതിനുശേഷം വൈൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വൈൻ്റെ സെക്ഷൻ വന്നു. അപ്പോൾ അവിടെയും ചെറിയൊരു ക്ലിപ്പിംഗ് എടുത്തു. ഈ സമയത്ത് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം തീർന്നു. ബില്ലിടാൻ സമയത്ത് തന്നെ അയ്യോ പനീർ എടുത്തില്ല എന്നൊരു ഒറ്റ ഓട്ടം വെച്ച് മിൽക്കി മിസ്റ്റിൻ്റെ പനീർ എടുത്തിട്ട് വന്നു. അങ്ങനെ വൈനും മറ്റു കാര്യങ്ങളൊക്കെ ഇതാ അവിടെ ബില്ലിടുന്നുണ്ട്. ഈ സമയം ആര്യാണെങ്കിൽ ഒരു കരിക്കിൻ്റെ ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റിയെ കൊണ്ട് അത് ഓപ്പൺ ചെയ്ത് മേടിച്ചിട്ട് വന്നു. സത്യമായി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ സൂര്യയോട് ചോദിച്ചു സൂര്യ എങ്ങനെയുണ്ട്. അപ്പം സൂര്യ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആര്യ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എന്തോ ഒരു പേര് എനിക്ക് ഓർക്കുന്നില്ല. എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയം ഒരു 12:30 12:45. അപ്പോൾ ഒരു കുറേ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉള്ളു. അപ്പോൾ അവിടെ നിന്ന് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന സമയം നോക്കിയ സമയത്ത് നല്ല റഷായിരുന്നു. അപ്പോൾ പറ്റിയില്ല. അപ്പോൾ പോകുന്ന സമയത്ത് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഒരു വീഡിയോസ് എടുക്കുന്ന സമയം അപ്പം തന്നെ അതെല്ലാം ഓഫ് ചെയ്യും. അപ്പോൾ ഒരു 12:45 മണിയായി കേട്ടോ, 1 മണി ആവാറേ. ഞാൻ പിന്നെ സ്പീഡിൽ നടന്നു, കാരണം നമ്മൾ കാർ പാർക്കിംഗ് ചെയ്ത സ്ഥലത്ത് കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്ന കാരണം നമുക്ക് വേണ്ടി ആ പയ്യൻ അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ നമ്മൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോസൊക്കെ എടുത്തു. അവളുമാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാൻ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനും ഒരു ഷോർട്സ് ഇടാൻ വേണ്ടിയുള്ള വീഡിയോസൊക്കെ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എന്താ പറയുക പർച്ചേസിംഗ് ഒക്കെ
ചെയ്ത് അടിപൊളിയായ ഒരു സന്തോഷത്തിൽ വൈബ് രാത്രിയുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. രാത്രി സമയത്ത് യാത്ര ചെയ്യാതെ പ്രത്യേകിച്ച് പിള്ളേർക്ക്. അപ്പോൾ രമേശേട്ടനെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ ഡിക്കിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഓടി വീട്ടിലെത്തണം. അതായത് അതിന് മുന്നേ ഞങ്ങൾക്ക് ഈ ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്ത് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണണം. അതിന് വേണ്ടി ഞങ്ങൾ വെപ്രാളപ്പെട്ട് ഞങ്ങൾ എന്താ പറയേണ്ടത് സാധനങ്ങളൊക്കെ കാറിലകത്താക്കി സൂര്യമോളും രമേശ് ചേട്ടനും കയറി, ഒപ്പം ക്യാമറമാനായി ഞാനും കാറിൽ കയറിയിട്ടുണ്ട്. നേരെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ ആ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യും, ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഒരു വശം ഇങ്ങനെ പോയ സമയത്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലുലു മാൾ ചുവപ്പിൽ കുളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ അത് കാരണം നല്ല റെഡ് ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായിരുന്നു. മിന്നി തിളങ്ങി നല്ല ചുവന്ന സൂര്യൻ നിൽക്കുന്ന പോലെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ ഞങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ എത്തി, ലൈറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളിങ്ങനെ ഓരോന്ന് വന്ന് അടുത്ത റൗണ്ട് എത്തിയ സമയത്തേക്കും അപ്പുറത്തെ വശം എല്ലാം ലൈറ്റ് ഓഫ് ആയി. 2-3 പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു വന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിന്നും ഇവിടെ പറയുന്നത് വിജി രമേശ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ബൈ ബൈ.